പ്രിയ സുഹൃത്തുക്കളെ, രാവിലെ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇനി ഷോർട്ട് ടൈം മെമ്മറി എന്ത് എന്ന് നോക്കാം. ഷോർട്ട് ടൈം മെമ്മറി വളരെ സിമ്പിളാണ്. ഞാൻ 1-2 ഉദാഹരണം ആദ്യം പറയാം. നിങ്ങളിന്ന് പലചരക്കടയിൽ പോയി കുറേ സാധനം വാങ്ങിക്കണമെന്ന് ഭാര്യയോ ഭർത്താവോ നിങ്ങൾക്ക് പറഞ്ഞെന്ന് വെച്ചോ. നിങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കുന്നു, പക്ഷേ ലിസ്റ്റ് എടുക്കാൻ മറന്നുപോയി. കടയിൽ ചെന്ന് സാധനം നമ്മളൊന്ന് ഓർക്കുന്നു. കുറേയൊക്കെ സാധനം നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും, കുറച്ച് വാങ്ങിക്കാൻ സാധിക്കുന്നില്ല. കാരണം എന്താ? ഇതിനുള്ള ഷോർട്ട് ടൈം മെമ്മറിക്കകത്തുനിന്നൊരു കാര്യമാണ്. മറ്റൊരു ഉദാഹരണം പറയാം. ഇന്നലെ രാവിലെ നിങ്ങളെന്താ ഭക്ഷണം കഴിച്ച് ആലോചിക്കും പെട്ടെന്ന്. കാരണം എന്താ? അത് നമ്മുടെ ഷോർട്ട് ടൈം മെമ്മറിക്കകത്താണ്. പക്ഷേ ഇന്നലെ നമ്മുടെ കാലൊന്ന് തട്ടിയെന്ന് വെച്ചോ, ഒന്ന് മുറിഞ്ഞു, അല്ല കാലൊന്ന് ഒടിഞ്ഞു. അത് ഷോർട്ട് ടൈം മെമ്മറിക്കകത്തല്ല, അത് ലോങ് ടൈം മെമ്മറിക്കകത്ത് വരും. അപ്പൻ രാവിലെ അല്ലെങ്കിൽ 10 കൊല്ലത്തിന് മുമ്പ് നിങ്ങളെ സ്നേഹത്തോടെ വിരിച്ച് തലോടി, അല്ലെ അമ്മ. ആ ദിവസം എന്നൊന്ന് പറയാമോ? പാടാം, പറയത്തില്ല. അത് ഷോർട്ട് ടൈം മെമ്മറിക്കകത്ത് രജിസ്റ്റർ ചെയ്തു വിട്ടുകളെ. എന്നാൽ നേരെ മറിച്ച് അന്ന് നമ്മുടെ അപ്പൻ ചട്ടകം പഠിപ്പിച്ച് നമ്മളെ ഒന്ന് പൊള്ളിച്ചെന്ന് വെച്ചു. ഡേറ്റ് ഓർത്തില്ലെങ്കിലും സംഭവം ഓർക്കും നമ്മൾ. കാരണം എന്താ? അത് കുറച്ചുകൂടെ എക്സ്പീരിയൻഷ്യൽ നോളജാണ്. അത് ലോങ് ടൈം മെമ്മറിക്കകത്ത് പോകും. അപ്പോൾ നമ്മൾ ഈ യൂണിറ്റിൽ ഈ ഒരു കൊച്ചു പോർഷന് ഷോർട്ട് ടൈം മെമ്മറി മാത്രമാണ് നോക്കുന്നത്. ഷോർട്ട് ടൈം മെമ്മറി എന്താ? ഷോർട്ട് ടൈം മെമ്മറി ഈസ് എ മെമ്മറി സിസ്റ്റം ദാറ്റ് എൻകോഡ്സ് limited amount of information in highly accessible state of temporality. അതായത് ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ. നിങ്ങൾക്കത് ഇംഗ്ലീഷ് മനസ്സിലാവാത്തതുകൊണ്ടല്ലേ മലയാളത്തിൽ പറയണം. ഞാനത് സിമ്പിളാക്കാൻ വേണ്ടി പറയണം. ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷനാണ് നമുക്കവിടെ കിട്ടുന്നത്. അത് കിട്ടുന്ന ഇൻഫർമേഷൻ ഒത്തിരി ആയിരിക്കാം, പക്ഷേ നമ്മൾ എൻകോഡ് ചെയ്യുന്നത് കുറച്ചേ ഉള്ളൂ. നമുക്ക് അന്നത്തെ ആവശ്യത്തിനുള്ളത് മാത്രമേ എൻകോഡ് ചെയ്യുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഏതാണ്ട് അർജൻറ്റീന ജോർദാനും കളി നടക്കുകയാണ്. അർജൻറ്റീനയ്ക്ക് 2, ജോർദാൻ ഒരു ഗോളും കിട്ടിയിട്ടുണ്ട്. അർജൻറ്റീന ഇപ്പം 3 ഗോളായി. ഇപ്പം ഞാൻ ചോദിക്കുന്നത്, ഇതെനിക്ക് ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. അർജൻറ്റീന നോക്കൗട്ടിൽ നിന്ന് കയറി, നോക്കൗട്ട് ജയിച്ചില്ല, നോക്കൗട്ടിലായി. ഇത് ഞാൻ ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ ഫൈനലാരും ഒന്ന് നോക്കൗട്ടിൽ ജോർദാനോട് കളിച്ചപ്പോൾ എത്ര ഗോളെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്റ്റോർ ചെയ്യത്തില്ല, സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ കഴിഞ്ഞ വർഷത്തെ വേൾഡ് കപ്പിൻ്റെ ജേതാക്കളാരെന്ന് ചോദിച്ചാൽ അതിൻ്റെ ലോങ് ടൈം മെമ്മറിക്ക് അത് ഇപ്പോഴുണ്ട്. ഈ കൊല്ലത്തെ ഞാൻ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യും. എന്നാൽ ഇതെല്ലാം രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികളുണ്ട്, അവരുടെ ആവശ്യത്തിനുണ്ട്. നമുക്കതിന് ആവശ്യമില്ലാത്തത് രജിസ്റ്റർ ചെയ്യുന്നില്ല. എൻകോഡ്സ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ, ലിമിറ്റഡ് ഇൻഫർമേഷൻ മാത്രമേ സ്റ്റോർ ചെയ്യുന്നുള്ളൂ. ഇനി ഹൈലി ആക്സസിബിൾ സ്റ്റേറ്റ് ടു ടെമ്പറാലിറ്റി. നമുക്ക് ആക്സസിബിളാണ്, പക്ഷെ നമുക്കതിൻ്റെ ആവശ്യമില്ല, വേണ്ടാത്തതുകൊണ്ട് നമ്മളത് സ്റ്റോർ ചെയ്യുന്നില്ല. അതാണ് ഷോർട്ട് ടൈം മെമ്മറി. ഷോർട്ട് ടൈം മെമ്മറി നമ്മുടെ ആരുടെയും വിഷയമല്ല. ഷോർട്ട് ടൈം മെമ്മറിക്ക് ഒരു പ്രോസസ്സുണ്ട്, ഞാൻ നേരത്തെ പഠിപ്പിച്ചാണ്. സെൻസാണ്. സെൻസിലൂടെ 5 സെൻസിലൂടെ നമുക്ക് കിട്ടുന്നു. നമുക്ക് വേണ്ട മാത്രം കാര്യങ്ങൾ സ്റ്റോർ ചെയ്യുന്നു. ദെൻ അതിനകത്ത് എന്തൊക്കെയാണെന്ന് വരുന്നത് ഷോർട്ട് ടൈം മെമ്മറിക്ക്? സീൻ ഇവൻറ്റ്സ്, കാണുന്ന അനുഭവങ്ങൾ. ദെൻ മൂവ്മെൻറ്റ്സ് ഓൾസോ ഷോർട്ട് ടൈം മെമ്മറിക്കകത്ത് വരും. അപ്പോൾ നമ്മളിപ്പോൾ ട്രെയിനകത്ത് യാത്ര ചെയ്യുക, ചില കാര്യങ്ങൾ നമ്മുടെ കണ്ണിലോട്ട് പെട്ടെന്നൊന്ന് കണ്ടുപോയി മൂവ്മെൻറ്റ്സ് നമ്മൾ പെട്ടെന്ന് മിസ്റ്റർ ബീം ഉണ്ടല്ലേ, അയാളുടെ പേരെന്ന് തോന്നുന്നു, അത് തന്നെ. അയാളുടെ ചില മൂവ്മെൻറ്റ്സുകൾ പെട്ടെന്ന് കാണുമ്പം ചിരിക്കും, പിന്നെ ആർത്തെടുക്കുമ്പം എന്ത് ആർക്കറിയാം. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതായത് മൂവ്മെൻറ്റ്സ്. ദെൻ കോഗ്നിറ്റീവ് ഇൻഫർമേഷൻ സച്ച് എസ് ഡിജിറ്റ്സ്, വേർഡ്സ്, നെയിംസ്. ഞാനത് നിങ്ങളെയൊക്കെ പഠിപ്പിച്ചുള്ളൊരു വാക്കാണ്. അകത്തോകാക്കോളജിക്കൽ എന്നൊരു വാക്കുണ്ട് ഇംഗ്ലീഷിൽ. അപ്പം ശരിക്കും പറഞ്ഞാൽ ആ വാക്ക് ശശി തരൂരിൻ്റെ ഇന്ന് ഞാൻ കോവിഡ് കാലഘട്ടത്തിൽ പഠിച്ചതാണ്. പക്ഷേ എനിക്കത് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഞാനത് സ്റ്റോർ ചെയ്ത് എൻ്റെ മൈൻഡിൽ വെച്ചു. പക്ഷെ ഞാൻ ജസ്റ്റ് വായിച്ച് കണ്ടുപോയ ചില വാക്കുകളുണ്ട്, അത് കളഞ്ഞു. വേണ്ട, എനിക്ക് താല്പര്യമില്ല. അള്ളാപ്പച്ചി മുല്ലാക്കാന്നൊരു വാക്ക് ഒ.വി. വിജയൻ്റെ, അത് ഞാൻ എന്ത് തലയിൽ വെച്ചേക്കുന്നൊരു കാര്യം. ആ വാക്ക് എനിക്ക് കൊള്ളാമെന്ന് തോന്നി. പക്ഷേ അതിനകത്ത് ഒ.വി. വിജയൻ്റെ വേറെ എന്തെല്ലാം വായിച്ചേക്കുന്ന റസാക്കിൻ്റെ ഇതിഹാസത്തിനകത്ത് ഒന്നും നമ്മുടെ തലയിലില്ല. ഒത്തിരി അടുത്ത് കളഞ്ഞു. ഫാത്തിമയുടെ ആട് നമ്മുടെ തലയിൽ സ്ഥിരമായിട്ട് തരുന്നു, ലോങ് ടൈം മെമ്മറിക്കകത്ത് കിടക്കുക. പക്ഷേ ഫാത്തിമയുടെ കൂടെ അത് എഴുതപ്പെട്ട ഒരുപാട് കാരുണ്ട്, മുച്ചീട്ട് കളിക്കാറുണ്ട്. ചിലർക്ക് നമ്മുടെ തലയ്ക്കകത്തുണ്ട്, വേണ്ടാത്ത നമ്മൾ കളഞ്ഞിട്ടുണ്ട്. അതാണ് അപ്പം ഒന്നുകൂടെ പറയാം, ഷോർട്ട് ടൈം മെമ്മറിക്കകത്ത് നമ്മൾ ഇതൊക്കെ ആവാം. ദിസ് ക്യാൻ സീൻ ഇവൻറ്റ്സ്, ദെൻ മൂവ്മെൻറ്റ്സ്, ദെൻ കോഗ്നിറ്റീവ് ഇൻഫർമേഷൻ സച്ച് എസ് ഡിജിറ്റ്സ്, വേർഡ്സ്, നെയിംസ്. ആരാണ് ഏത് രാജ്യമാണ് ഏറ്റവും കുറച്ച് ജനത ഉള്ളതെന്ന് ഇപ്പോൾ ഫുട്ബോൾ ജയിച്ചത്? വളരെ കുറച്ച് പേരെ പറയത്തുള്ളൂ.
5 ലക്ഷം ആളുകളുള്ളതൊന്ന് ഫുട്ബോൾ കളിക്കാൻ വന്നു. അവർ ഏതാണ്ട് ഒരു കളിക്ക് ഗോളൊക്കെ അടിക്കുകയും ചെയ്തു. അത് നമുക്കത് അന്നേരത്തെ സ്റ്റോർ ചെയ്ത് കളഞ്ഞു. ഷോർട്ട് ടൈം മെമ്മറി ഈസ്, ഞാനത് എപ്പോഴും തെറ്റായിട്ട് നിങ്ങളുടെ പുസ്തകത്തിലുള്ള കേട്ടോ. ഷോർട്ട് ടൈം മെമ്മറി ഈസ് വർക്കിംഗ് മെമ്മറി നിങ്ങളെ പഠിപ്പിക്കണം. തെറ്റത് കേട്ടോ. ഇഗ്നോ എഴുതിയേക്കുന്നൊരു തെറ്റായ സംഭവം. വർക്കിംഗ് മെമ്മറി അല്ല. ഞാനത് പറഞ്ഞുതരാം കേട്ട്. ഷോർട്ട് ടൈം മെമ്മറി വർക്കിംഗ് മെമ്മറി എന്ന് എഴുതരുത്. സൈക്കോളജിസ്റ്റൊക്കെ വളരെ കൃത്യമായിട്ട്, ഈ സൈക്കോളജി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഡെവലപ്പിംഗ് ആണ്. ഇറ്റ്സ് ഡെവലപ്പിംഗ്, ഇറ്റ് നോട്ട് സ്റ്റാറ്റിക്. അതിപ്പോൾ 2+2 = 4 എന്ന് പറഞ്ഞാൽ ഏത് രാജ്യത്ത് കൊണ്ടുപോയാലും അത് 4 അതിന് ഡൈനാമിക്സും ഇല്ല. നീ കണക്കുകാരനതല്ല എന്ന് പറയരുത്. അത് ഡൈനാമിക് അല്ല, അത് സ്റ്റാറ്റിക്കാണ്. അപ്പം നമ്മുടെ ശരീരം പോലും ഡൈനാമിക്കാണ്. കാരണം എന്താ, നമ്മുടെ ബയോളജിക്കൽ ചേഞ്ചസ് നടക്കുകയാണ്. ഓരോ സമയം നമ്മുടെ കോശങ്ങൾ പോവുകയും വീണ്ടും പുനർനിർമ്മിക്കുകയും ചെയ്യുകയാണ്. ചിലതൊക്കെ സ്റ്റാറ്റിക്കാണ്. ഇപ്പം നമ്മുടെ താജ്മഹൽ സ്റ്റാറ്റിക്ക്, ചൈനയുടെ വൻമതിൽ സ്റ്റാറ്റിക്ക്, അതിന് ഡൈനാമിക്സ് ആവത്തില്ല. അല്ലെങ്കിൽ നമ്മുടെ എവറസ്റ്റ് നിന്നു, അതിന് വളർച്ചയില്ല. ഡൈനാമിക് ആകാൻ സാധിക്കത്തില്ല. അപ്പം ഷോർട്ട് ടൈം മെമ്മറി എന്ന് വെച്ചാൽ ഇത് എന്താ ഞാനിപ്പോൾ പറഞ്ഞേ, ഓക്കെ, നിങ്ങളത് മനസ്സിലായിക്കോളൂ. ചിലതൊക്കെ ഡൈനാമിക് ആവുന്നുവെങ്കിൽ അത് ലോങ് ടൈം മെമ്മറിക്കകത്തില്ല. അത് ഓക്കെ, ഐ ലോസ് മൈ അതിൻ്റെ കണക്ഷൻ വിട്ട്. അപ്പോൾ ഷോർട്ട് ടൈം മെമ്മറിയുടെ ടൈം ഒന്ന് നോക്കി. 15 മിനിറ്റ് മുതൽ 30 സെക്കൻഡ്സ് വരെ, 15 സെക്കൻഡ് മുതൽ 30 സെക്കൻഡ് വരെ മാത്രം നിൽക്കുന്നതാണ് ഷോർട്ട് ടൈം മെമ്മറി. 15 to 30 seconds. If you are not compelling to the limited, അതായത് നമ്മളിപ്പം ചില കാര്യങ്ങൾ വളരെ കമ്പൈൻ ചെയ്ത് പഠിച്ചു വരികയാണെങ്കിൽ അത് ലോങ് ടൈം മെമ്മറിക്കകത്തോട്ട് പോകും. പക്ഷേ ജസ്റ്റ് കണ്ടു കളഞ്ഞു, അത് ഷോർട്ട് ടൈം മെമ്മറിയാണ്. ഭാഗ്യരാജ് മരിച്ചു തമിഴ്നാട്ടിലെ ഇന്നലെ. പക്ഷേ നമ്മൾ ലോങ് ടൈം മെമ്മറിക്കകത്ത് തുടങ്ങും. കാരണം എന്താ, ഭാഗ്യരാജ് വർഷങ്ങൾ കൊണ്ട് കയ്യെ പൊടിക്കണ സ്വാമി, അത് ഉർവശിയായിട്ട് ഉള്ള ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ അത് നമ്മുടെ തലയിൽ കിടപ്പുണ്ട്. അപ്പോൾ ഭാഗ്യരാജ് മരിച്ചു എന്ന് പറഞ്ഞപ്പോഴേ കയ്യെ പൊടിക്കണോ സ്വാമി എന്നുള്ള സംഭവം നമ്മുടെ. കാരണം എന്താ, അത് നമ്മളിങ്ങനെ നമ്മുടെ കോംപ്ലക്സ് ആക്കിയിട്ട് ഇൻഫർമേഷൻ പ്രോസസ്സിങ്ങിലൂടെ നമ്മുടെ ബ്രെയിൻ അത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഷോർട്ട് ടൈം മെമ്മറി ഉണ്ട്. പെട്ടെന്ന് ഇന്നലെ കേരളത്തിൽ മരിച്ചവരുണ്ട് പെട്ടെന്ന്. ഇന്ന് ചർമ്മക്കോളത്തിൽ പലരും നമ്മൾ കണ്ടു. ആരെങ്കിലും തല കിടപ്പുണ്ടോ? നമ്മൾ കണ്ടു കളഞ്ഞു. അത് ലോങ് ടൈം മെമ്മറി അല്ല. അപ്പം ലോങ് ടൈം മെമ്മറിക്കകത്ത് ഈ ഷോർട്ട് ടൈം മെമ്മറിയെ പെട്ടെന്ന് ഡിസ്റപ്റ്റ് ചെയ്യാൻ സാധിക്കും, നഷ്ടപ്പെടാൻ സാധിക്കും. അതിനകത്ത് ജോർജ് മില്ലർ, അത് ആ പേര് ഓർത്തോണേ, ജോർജ് മില്ലർ ഓർത്താൽ മതി. ഇത് വീട്ടിൻ്റെ തൊട്ടപ്പുറത്തുള്ള വല്ല ജോർജായന്മാരെ ഓർത്താൽ മതി. പിന്നെ മുള്ളർ എന്നുള്ള ഓർത്താൽ മില്ലർ വരും. ഇങ്ങനെയൊക്കെ കണക്ഷനിസം എന്ന് പറയും പഠിക്കുമ്പോൾ. ഈ കണക്ഷനിസം ഉണ്ടായി പെട്ടെന്ന് കിട്ടും. 1956, അപ്പോൾ 47 ശേഷം 57 ഒരു കൊല്ലം കുറയ്ക്കണം. ഇങ്ങനെയാണ് പഠിക്കുന്നത്. അപ്പം 47 10 57 സ്വാതന്ത്ര്യം കിട്ടിയത് ഓർക്കുക. പിന്നെ 10 കൂടെ കൂട്ടിയാൽ അത് 100 കുറച്ചാൽ അപ്പോൾ 56 അയാൾ പറഞ്ഞു, ആൻ ആവറേജ് പേഴ്സൺ ഹാഡ് ഹോൾഡ് ഒരു എബൌട്ട് 7+ or -2 items ഇൻ ഷോർട്ട് ടൈം മെമ്മറി. 7 അതായത് 7 ഐറ്റങ്ങളോ അല്ലെങ്കിൽ അതിനേക്കാൾ 2 ഐറ്റങ്ങളോ കുറച്ചോ മാത്രമേ ഒരു ആവറേജ് പേഴ്സൺ, ചിലപ്പോൾ ആവറേജ് പേഴ്സൺ പറയാൻ കാര്യം, ആവറേജ് പേഴ്സൺ ഇതിന് ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി എടുക്കും. ഇൻ്റലക്ച്വൽ കോഷ്യൻസ് എന്താണ്? എബോ ആവറേജ് ഏതാ? അതൊക്കെ എഴുതുക ഇവിടെ കേട്ടോ. ആവറേജ് പേഴ്സൺസ് ഇൻ്റലക്ച്വൽ കോഷ്യൻസ് എത്രയാണ്? എബോ ആവറേജ് ഏതാണ്? ഗിഫ്റ്റഡ് ചില്ല. ഇങ്ങനെയാണ് നിങ്ങളുടെ പേപ്പർ ഡൈനാമിക് ആക്കുന്നത്. പുസ്തകത്തിലുള്ളത് മാത്രമല്ല, ആവറേജ് ചൈൽഡിൻ്റെ കോഷ്യൻസ് നമ്മൾ അപ്പം എങ്ങനെ ഇൻ്റലിജൻസ് കണ്ടുപിടിക്കുന്നതിൻ്റെ ഇക്വേഷൻ എഴുതണം. എഴുതിയിട്ട് ആവറേജിൻ്റെ ഇങ്ങനെയാണ്, ഗിഫ്റ്റഡിൻ്റെ ഇങ്ങനെയാണ്, അവൻ്റെ റേഷ്യോ എഴുതണം. അതൊക്കെ എഴുതുമ്പോൾ നിങ്ങളുടെ പേപ്പർ ഡിഫറൻ്റ് ആണ്. അല്ലെങ്കിൽ ഇഗ്നോ എഴുതി വെക്കുന്ന എല്ലാവരും എഴുതി വെക്കുന്ന ഞാൻ എഴുതി വെക്കുന്നത്. എൻ്റെ പേപ്പർ ഡൈനാമിക് ആണെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് വ്യത്യസ്തമായിട്ട് എഴുതണം. ഓക്കെ. അപ്പം അതായത് ജോർജ് മില്ലർ പറയുന്നത് 7 - 2 ഇത്രയൊക്കെ പെട്ടെന്ന് നിൽക്കത്തുള്ളൂ. അത് ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ, കടയിലോട്ട് പറഞ്ഞു വിട്ട് 10-15 സാധനം വാങ്ങിക്കാൻ പറയാം, 2 സാധനം അങ്ങ് പോയി. ആ എസെൻഷ്യലായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പോയി. ചില എസെൻഷ്യൽ മാത്രം വാങ്ങിച്ചു, അല്ലാത്ത തലേന്നങ്ങ് പോയി. ഓക്കെ. ദെൻ അതായത് ഈ ഷോർട്ട് ടൈം മെമ്മറിക്കകത്ത് ചങ്കിങ് എന്നൊരു വാക്കുണ്ട്. ചങ്കിങ് എന്ന് വെച്ചാൽ ബ്രേക്കിംഗ് ഡൗൺ ഇൻഫർമേഷൻ. പല പീസസ് ആയിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്യും, സ്മോൾ പാർട്ടായിട്ട് ബ്രേക്ക് ചെയ്യും. ചങ്കിങ് ഡൗൺ. ഓക്കെ. അതായത് ചങ്കിങ് ഡൗൺ, ലോബ് എന്നൊക്കെ പറഞ്ഞ ഡിവിഷൻ, സബ്ഡിവൈഡിങ് ആൻ ഓർഗൻ ഇൻ ടു ഡിഫറെൻറ്റ് പാർട്സ്.
നമ്മുടെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനകത്ത് പല പല പാർട്സായിട്ട്. ഇതൊക്കെ നിങ്ങളുടെ ബുക്കിനകത്ത് കാണുമ്പം ലോബ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തോണം, അത് സബ് ഡിവിഷനൽസ് ആണ്. ചങ്കിങ് എന്ന് പറഞ്ഞാൽ അത് ബ്രേക്കിംഗ് ഡൗൺ ഇൻഫർമേഷൻ്റെ സ്മോൾ പാർട്ടാണ്. ഞാൻ അടുത്തൂടെ പറയാം. ആക്റ്റീവ് മെമ്മറിയും ഷോർട്ട് ടൈം മെമ്മറിയും രണ്ടാന്ന് പറയാൻ കാര്യം എന്നറിയാം. ആക്റ്റീവ് മെമ്മറി ഈസ് കോംപ്ലെക്സ്. ആക്റ്റീവ് മെമ്മറി ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ ആക്റ്റീവ് മെമ്മറി വേണ്ടേ. ആക്റ്റീവ് മെമ്മറിക്കകത്ത് പല കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തേ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ദാറ്റ് ഈസ് ആക്റ്റീവ് മെമ്മറി. അത് ഞാൻ പറഞ്ഞ ആക്റ്റീവ് മെമ്മറിയും ഷോർട്ട് ടൈം മെമ്മറിയും ഡിഫറൻ്റ് ആണെന്ന് പറയാൻ കാര്യമാണ്. ആക്റ്റീവ് മെമ്മറി കോംപ്ലെക്സ് ആണ്, കുറച്ചുകൂടി ഡിഫിക്കൽട്ടാണ്. അത് നമ്മളൊരു കാര്യം സോൾവ് ചെയ്യാൻ സാധിക്കുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വണ്ടി ഒന്ന് കേടായി, നമുക്ക് അത് ആക്റ്റീവ് മെമ്മറിയാണ് വേണ്ടത്. ആക്റ്റീവ് മെമ്മറി അപ്പം നമ്മൾ ആ ഒരു സ്പാനർ എടുക്കുന്നു, സ്പാനർ എടുത്ത് അഴിക്കുന്നു. അത് ഷോർട്ട് ടൈം മെമ്മറിക്കകത്തല്ല. അപ്പം ആക്റ്റീവ് മെമ്മറി വെച്ചാൽ വർക്കിംഗ് മെമ്മറി. അത് ആ വർക്കിംഗ് മെമ്മറി ഒരിക്കലും നമുക്ക് പെട്ടെന്ന് പോകുന്നില്ല. വൺസ് വി ആർ വർക്കിംഗ് ഇൻ സംതിങ് ദാറ്റ് വിൽ ബി ദെയർ ഇൻ അവർ മെമ്മറി. ദെൻ അടുത്തത് ഈ വർക്കിംഗ് മെമ്മറി ആൻഡ് മുമ്പേ പറഞ്ഞായിരുന്നല്ലോ. ദെൻ ഷോർട്ട് ടൈം മെമ്മറിക്കകത്ത് അത് പെട്ടെന്ന് വരുന്നു പോകുന്നു. ആക്റ്റീവ് മെമ്മറി അങ്ങനെയല്ല. അപ്പോൾ ഡ്യൂറേഷൻ ഓഫ് കപ്പാസിറ്റി ചില കുറച്ചുകൂടെ ഗിഫ്റ്റഡ് ആണെങ്കിൽ 20 സെക്കൻഡ് മുതൽ 30 സെക്കൻഡ്സ് വരെ ചിലതൊക്കെ നിൽക്കും. ഇനി ഇതിൽ നിന്നൊക്കെ എക്സെപ്ഷൻസ് ഉണ്ട്, അത് എപ്പോഴും ഓർത്തോണം. ഇനി എവറി ലോ ദർ ഇസ് എക്സെപ്ഷൻ. ആ എക്സെപ്ഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മനുഷ്യരെ ഒന്ന് കണ്ടാൽ മതി അവരിരിക്കും കയ്യിൽ. Yesterday, one girl was talking to me when I was teaching there at Millet. I went for taking a seminar class there at Millet. Her name is Lashmi. Yesterday, by seeing one of my messages, she called me over. She asked me, "Do you remember me?" I said, "What is your name?" And then she said, "My name is Lashmi." Okay, Lashmi, you say. Once you dropped me there. We were two fellows, and you dropped me at Chakkurli, and another one was being dropped there at Tamarakulam. Okay, then I said that I remember you. You're a person, white girl. Your face is like this, is it? Then she was saying that, are you remembering still? You have seen me only for few seconds or few minutes. That is something special. By seeing somebody or some event that we will immediately നമ്മൾ ഒപ്പിയെടുക്കും. അത് ചിലരുടെ കപ്പാസിറ്റിയാണ്. ഇപ്പം എനിക്ക് മാത്രമല്ല, ചില ആളുകൾക്കെല്ലാം ഉണ്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം എവിടെയോ ദൂരെ ഒരു യാത്ര ചെയ്തപ്പം ഒരു പയ്യനെ ഞാൻ കണ്ടു. ഇമ്മീഡിയറ്റ്ലി ഐ ഹാവ് നോട്ടീസ്ഡ് ഹിം. ഹിസ് അപ്പിയറൻസ്, വേ ഓഫ് ഡീലിംഗ്, വേ ഓഫ് ടോക്കിംഗ് ഒക്കെ പെട്ടെന്ന് നമ്മളൊരു ചിലർക്ക് കിട്ടും, ചിലർക്ക് ഇങ്ങനെ സാധ്യം. എന്നാൽ ഞാൻ ഓർക്കാത്ത ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ സയൻസിൻ്റെ എന്തെങ്കിലും കാണിക്കുക, ഞാൻ ഓർക്കില്ല. കാരണം എന്താ, ഞാൻ എൻ്റെ തലയ്ക്കകത്ത് അങ്ങനെ സ്റ്റോർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് നിങ്ങളിപ്പം ഷോർട്ട് ടൈം മെമ്മറി എന്താണെന്ന് മനസ്സിലായല്ലോ. വർക്കിംഗ് മെമ്മറി ഈസ് നോട്ട് ഷോർട്ട് ടൈം മെമ്മറി. അപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടുന്നതായിരിക്കും. പിടികിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പറയുക. ഇനിയിപ്പോൾ ലോങ് ടൈം മെമ്മറിയാണ്. ഇതിൻ്റെ കുറേ തിയറീസ് ഉണ്ട്. അക്കിഡ്സിൻ്റെയും ഒക്കെ കുറച്ച് തിയറി ഉണ്ട്. തിയറിയുടെ വേണമെങ്കിൽ പിക്ചേഴ്സൊക്കെ എടുത്തിട്ട് തരാം. ഷിഫ്രിൻ തിയറി, അക്കിഡ്സ് തിയറി ഉണ്ട്. ഓക്കെ, ഐ തിങ്ക് യു ക്യാൻ ഫോളോ മീ. എനിക്കെൻ്റെ ഫീഡ്ബാക്ക് തരണം, എങ്കിൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും പറയാനൊക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പതുക്കെ ഒക്കെ അങ്ങനെ മിസ്സിങ് ലിങ്ക് പോലെ അങ്ങ് നിർത്തും. താങ്ക് യു. ജോൺസൺ കരൂർ.